ഓസ്ട്രേലിയ സ്വപ്നങ്ങളുടെ വൻകര. നീലക്കടലും സ്വർണ്ണവർണ്ണമുള്ള മണൽത്തരികളും കൊണ്ട് പ്രകൃതി കവിത എഴുതിയ സിഡ്നി നഗരം. എന്നാൽ കഴിഞ്ഞ ദിവസം ആ മണൽത്തരികൾ നനഞ്ഞത് തിരമാലകൾ കൊണ്ടായിരുന്നില്ല, നിരപരാധികളുടെ രക്തം കൊണ്ടായിരുന്നു. ഹാനൂക്കയുടെ വിശുദ്ധ വെളിച്ചം തെളിയേണ്ടിയിരുന്ന സായാഹ്നം വെടിയൊച്ചകൾ കൊണ്ട് ഇരുളിലാണ്ടു. ലോകം നടുങ്ങിയ ആ നിമിഷം അവിടെ മരിച്ചു വീണത് മനുഷ്യർ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സമാധാനം കൂടിയായിരുന്നു. പക്ഷേ ആരായിരുന്നു ആ ക്രൂരകൃത്യത്തിന് പിന്നിൽ? സാജിദ് അക്രം, 50 വയസ്സ്. കാഴ്ചയിൽ അയാൾ ഒരു സാധാരണ പാകിസ്ഥാൻ പൗരനായിരുന്നു, ഒരു ടൂറിസ്റ്റ് വിസയിൽ ഓസ്ട്രേലിയയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ സഞ്ചാരി. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചത് വിദ്വേഷത്തിന്റെ കനലുകളായിരുന്നു. അയാളുടെ ഭൂതകാലം ഒരു ചോദ്യചിഹ്നമാണ്. കറാച്ചിയുടെ തിരക്കുള്ള തെരുവുകളിൽ നിന്ന് സിഡ്നിയുടെ ശാന്തതയിലേക്ക് അയാൾ എത്തിയത് വെറും കൈയോടെയല്ല. നിയമപാലകരുടെ കണ്ണുവെട്ടിച്ച് 6 തോക്കുകളുടെ ലൈസൻസുകൾ അയാൾ സ്വന്തമാക്കി. ഒരു വിനോദസഞ്ചാരിക്ക് എങ്ങനെ ഇത്രയധികം മാരകായുധങ്ങൾ ലഭിച്ചു? ആ ചോദ്യമാണ് ഇന്ന് ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ പിടിച്ചുലയ്ക്കുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം ഇതൊന്നുമല്ല. ഈ ചോരക്കളിയിൽ അയാൾക്കൊരു കൂട്ടുണ്ട്. സ്വന്തം ചോരയിൽ പിറന്ന മകൻ, 24 വയസ്സായ നവീദ് അക്രം. സംഭവ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഭാര്യയോട് പറഞ്ഞത് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു എന്നാണ്. ഒരുപക്ഷെ ആ അമ്മ വിശ്വസിച്ചിട്ടുണ്ടാകും. പക്ഷേ കടലിലെ മത്സ്യങ്ങളെ ആയിരുന്നില്ല അവർ ലക്ഷ്യം വെച്ചത്. ഒരു അച്ഛൻ മകന് പകർന്നു നൽകേണ്ടത് സ്നേഹവും ജീവിതവുമാണ്. എന്നാൽ സാജിദ് അക്രം തന്റെ മകന്റെ കൈകളിൽ വെച്ചു കൊടുത്തത് തോക്കും, മനസ്സിൽ നിറച്ചത് വർഗീയ വിഷവുമാണ്. സ്വന്തം മകനെ പോലും ചാവേറാക്കാൻ മടിക്കാത്തത്ര ക്രൂരമായ ഒരു മനസ്സ്, അതാണ് സാജിദ് അക്രം. ഇതൊരു ഒറ്റപ്പെട്ട അക്രമമല്ല, ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇതിനെ വിശേഷിപ്പിച്ചത് രാജ്യത്തിനെതിരായ യുദ്ധം എന്നാണ്. ഗാസയിലെയും ഇസ്രായേലിലെയും സംഘർഷങ്ങളുടെ അലയൊലികൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം സിഡ്നിയിലും എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ജൂതമതസ്ഥർക്കെതിരെ സാജിദ് അക്രം നടത്തിയ അക്രമം വിളിച്ചോതുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കുടിയേറ്റ നിയമങ്ങൾ, ടൂറിസ്റ്റ് വിസയിലെ പഴുതുകൾ, മതപരമായ വിദ്വേഷം എല്ലാം ഇന്ന് പ്രതിക്കൂട്ടിലാണ്. സാജിദ് അക്രം പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. മകൻ നവീദ് ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി പോരാടുന്നു. പക്ഷേ അവർ ബാക്കിയാക്കിയത് ഭയമാണ്. ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്ന് ഒരു നഗരത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സാജിദ് അക്രം ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ മായ്ക്കാനാവാത്ത കറുത്ത അധ്യായമാണ്. തിരമാലകൾ ഇനിയും വരും, പക്ഷേ ബോണ്ടി ബീച്ചിലെ കാറ്റിന് ഇനി കുറച്ചു കാലത്തേക്ക് വെടിമരുന്നിന്റെ ഗന്ധമായിരിക്കും. കരുതലിന്റെയും സമാധാനത്തിന്റെയും നാളുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.